അനുഷ്ഠാന കലകൾ കൊണ്ട് സമ്പന്നമായിരുന്ന കേരളത്തിന്റെ കാഴ്ചകളിൽ നിന്ന് കാലത്തിന്റെ പ്രയാണത്തിനു മുന്നിൽ പിന്നിലായ നിരവധി അനുഷ്ഠാന കലകളിലൊന്നാണ് അർജുന നൃത്തം. മധ്യകേരളത്തിൽ ഒരു കാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന അർജുന നൃത്തം ദേവീക്ഷേത്രങ്ങളിലെ നേർച്ചത്തൂക്കം എന്ന ഉത്സവത്തിന്റെ ഭാഗമായിരുന്നു. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കലാരൂപം മയിൽപീലി തൂക്കം എന്ന പേരിലും അറിയപ്പെടുന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് അവരുടെ മാതാവായ കുന്തിദേവി ഭദ്രാദേവിക്ക് ഒരു വഴിപാട് നേർന്നിരുന്നു. അവരുടെ കഷ്ടകാലം എല്ലാം മാറി നല്ലൊരു കാലം വരുമെങ്കിൽ ദേവിക്ക് നരബലി എന്ന വഴിപാടായിരുന്നു നേർന്നിരുന്നത്. ആ നേർച്ചയുടെ ഫലമായിട്ടാകാം ധർമ്മ യുദ്ധത്തിൽ തന്നെ പാണ്ഡവർ വിജയിക്കുകയും ധർമ്മപുത്ര രാജാവായി വാഴുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അമ്മയായ കുന്തിദേവി വഴിപാട് കാര്യം മറന്നുപോവുകയും നാരദ മഹർഷി മുഖാന്തരം ഭദ്രകാളിയെ പാണ്ഡവരുടെ വഴിപാട് കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുകയും ഉടൻ തന്നെ ധർമ്മപുത്രർ പാണ്ഡവസഭ വിളിച്ചു കൂട്ടുകയും തൻ്റെ പ്രജകളെ ആരെയും കൊല്ലാൻ അല്ല നരബലിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകാതെ വരികയും ചെയ്തപ്പോഴാണ് സ്വയമേതാ തന്നെ അർജുനൻ അമ്മയുടെ ഈ നരബലിക്ക് തയ്യാറാവുകയും ചെയ്യുന്നത്. അർജുനനെ ബലിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ രാജാക്കന്മാരെല്ലാം തന്നെ ഈ സുബ്രഹ്മണ്യൻ ഈ മൈപ്പീലി കൊടുക്കുകയും കിരീടം ബ്രഹ്മാവ് പിന്നെ ദേവകളെ എല്ലാം ഓരോരോ ആഭരണങ്ങൾ കൊടുത്ത് അപ്സര സ്ത്രീകൾ താലപ്പൊലി ഏന്തുകയും ദേവന്മാർ വാദ്യങ്ങളുമായി അർജുനനെ നരബലിക്ക് വേണ്ടി ഭദ്രാദേവിയുടെ മുമ്പാകെ കൊണ്ടുവരികയും അമ്മയുടെ വഴിപാട് ഇതാ ഞാൻ തരുന്നെന്ന് രാജാവായ ധർമ്മപുത്രർ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഭദ്രാദേവി പ്രത്യക്ഷപ്പെടുകയും ഈ അർജുനൻ്റെ രൂപലാവണ്യം, സർവകലാ വല്ലഭൻ, ദേവേന്ദ്രൻ്റെ പുത്രൻ, ശ്രീകൃഷ്ണൻ്റെ ഉറ്റ ചങ്ങാതി തുടങ്ങിയ കാരണങ്ങളാൽ അർജുനനെ ഭദ്രാദേവി കൊല്ലാതെ ദേവിയുടെ ദംഷ്ട്രങ്ങളാൽ, അതായത് കോമ്പല്ലുകൊണ്ട് പുറത്തു കുത്തി രക്തത്തെ ആവാഹിച്ചു കുടിച്ച് അർജുനനെ നരബലിയിൽ നിന്നും ഒഴിവാക്കുകയും തന്നെ കൊല്ലാതെ വിട്ടതിൽ സന്തോഷഭരിതമായിട്ട് ദേവിയുടെ മുമ്പാകെ അർജുനൻ ചെയ്ത നൃത്തമാണ് ഈ അർജുന നൃത്തം എന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെ ഐതിഹ്യം. കഥകളിയെ ഓർമ്മപ്പെടുത്തുന്ന ചുട്ടിയും മിനുക്കും മുഖത്തെഴുത്തുമായി നർത്തകർ മയിൽപീലി മെടഞ്ഞ പാവാടയും മെയ്യാഭരണങ്ങളും അണിഞ്ഞ് ചടുലതാളത്തിൽ നൃത്തം ചവിട്ടുന്നു. ഈ അർജുന നൃത്തത്തിൻ്റെ വേഷവിധാനങ്ങൾ കഥകളിയുടെ ചുട്ടി ഒഴികെ എല്ലാം തന്നെ മുഖത്ത് ഉണ്ടാകും. മനയോല കൊണ്ട് പച്ച തേക്കുക, മുഖത്ത് മഞ്ഞ, പച്ച, ചുവപ്പ് തുടങ്ങിയ ചായം കൊണ്ട് തേച്ച് കഥകളിയുടെ രൂപം ഉണ്ടാക്കുകയും അരയിൽ മയിൽപ്പീലി ചുറ്റി പാവാട പോലെ ഉടുത്ത് കിട്ടുകയും അതിൻ്റെ പുറകിൽ മുന്നിലെ ഞുറി, പിന്നെ കുപ്പായം, തോൾപ്പൂട്ട്, ഹസ്തഘടകം, വള, പരുത്തിക്കാമണി, കച്ചമണി, കിരീടം, ചാമരം തുടങ്ങിയതാണ് ഇതിൻ്റെ വേഷവിധാനങ്ങൾ. പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന
ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്നതും നർത്തകർ തന്നെയാണ്. മദ്ദളവും ഇലത്താളവും അകമ്പടി വാദ്യങ്ങളാകുന്നു അർജുന നൃത്തത്തിൽ. പണ്ട് കാലത്ത് മകുടം എന്നൊരു വാദ്യമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാദ്യങ്ങളുടെ എണ്ണം 10, 15, 25 ആക്കാൻ പറ്റും. കുറച്ച് സാമ്പത്തിക ബാധ്യത അതിനകത്ത് വരുന്നുള്ളതുകൊണ്ടാണ് ഇത് ചുരുക്കി ഇപ്പം 5 വേഷവും 5 മേളവും ആക്കി ഇപ്പം ചുരുക്കി. ഇപ്പം 10 മേളം വേണം, അങ്ങനെ ചെയ്യാറുണ്ട്. രാമായണം, മഹാഭാരതം, ദക്ഷയാഗം, കല്യാണ സൗന്ദര്യം തുടങ്ങി ഒട്ടനവധി പാട്ടുകളുണ്ട്. അതിൻ്റെ വായ്ത്താരികളുണ്ട്. ഇതിൻ്റെ പാട്ടെന്ന് പറയുന്നത് എല്ലാം തമിഴ് കലർന്നുകൊണ്ട് സംസ്കൃതം ഇതുണ്ട്, മലയാള ഭാഷകളുണ്ട്. ഇതെല്ലാം ചെയ്തത് പൂർവികർ എഴുതി വച്ചിരിക്കുന്ന ഒരു. പിന്നെ ഞങ്ങളൊക്കെ പഠിച്ചെന്ന് പറയുന്നത് അച്ഛൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഗുരുനാഥൻ പഠിപ്പിച്ച അത് കാണാതെ പഠിച്ചാണ്. അർജുന നൃത്തം നമ്മൾ സ്റ്റേജിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരു കഥയെ ആസ്പദമാക്കിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ കല്യാണോത്സവ കഥ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് ത്രിപുട എന്ന താളത്തിലാണ് തുടങ്ങുന്നത്. കാട്ടാനകൾ, കരടികൾ, കടുവ, കാട്ടാളരും അനവധി അങ്ങനെ തുടങ്ങുമ്പോൾ ത്രിപുട താളത്തിൽ വരുമ്പോൾ അത് ഭീമസേനം വരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ അതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വേഷം. അല്ലെങ്കിൽ ഈ അർജുനത്വത്തിലെ പല എല്ലാ ഒരേ വേഷം തന്നെയാണേലും നമ്മൾ പാടുന്ന അനുസരിച്ച് സങ്കല്പം അനുസരിച്ച് ഓരോ കലാകാരന്മാർ രംഗത്ത് വരികയും അതിന് വായ്ത്താരി പാടുമ്പോൾ തന്നെ ചിലപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയ്ക്കും തന്നെ ഈ കാട്ടിലൂടെ ഭീമസേന ഇങ്ങനെ വരുമ്പോൾ കാട്ടാനകൾ പേടിച്ചു പോകുന്ന ഭാഗത്ത് ചിലപ്പം ഈ വേഷം തന്നെ പല രീതിയിലേക്ക് വരുന്ന ഈ ത്രിപുട താളത്തിൽ വായ്ത്താരി ഉണ്ടാകും. ചെമ്പടതാരം തുടങ്ങി ചെമ്പട, ത്രിപുട, അടന്ത, ചമ്പക്കൂറ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി താളങ്ങളും അവയുടെ വായ്ത്താരികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. ഈ ഐതിഹ്യത്തിൽ പറയുന്നത് പോലെ തന്നെ ഇന്നും ആ ദംഷ്ട്രം എന്ന കോമ്പല് ഇപ്പോഴും അനുഷ്ഠാനപരമായി നമ്മുടെ പുറത്ത് ചൂണ്ട കുത്തുന്നുണ്ട്. ആ ചൂണ്ട കുത്തുന്നതോടുകൂടി ഈ ബലി അർപ്പിച്ചെന്നൊരു സങ്കല്പമാണ് ഇതിലുള്ളത്. ആ സങ്കല്പത്തിലൂടെ ഇത് ഈ അനുഷ്ഠാനം അത് ആര് നേരുന്നു, വ്യക്തികളാണ് ഇത് നേരുന്നത്. മനസ്സിലെ ഇഷ്ടകാര്യത്തിന് വേണ്ടിയാണ് ഭദ്രാദേവിക്ക് കൊടുക്കുന്ന വഴിപാടാണിത്. അതിന് ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു 5-6 ലക്ഷം രൂപയോളം അവർക്ക് ചിലവാകും. കാരണം അത് ആ പ്രദേശത്തുള്ള നാട്ടുകാരെ മൊത്തം വിളിച്ച് അത്ര ഭീമമായ തുകയാണ് ഇതിനുണ്ടാകുന്നത്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അനുഷ്ഠാനത്തിനുപരിയായി വിനോദമെന്ന രീതിയിൽ ചില ക്ഷേത്രങ്ങളിൽ സ്റ്റേജ് പരിപാടിയായിട്ടും ഇപ്പോൾ ഏതാണ്ട് 10 വേഷത്ത് ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ അണിനിർത്തി ഒപ്പം
10 മേളക്കാരെ 2 പാട്ടുകാരെ ഉൾക്കൊണ്ടുവച്ച് വളരെ വിപുലമായ രീതിയിൽ ഇപ്പം അവതരിപ്പിച്ചു പോരുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാലഘട്ടമാവുമ്പോൾ അതിപ്പം ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഒരുപാട് അംഗങ്ങൾ ഇപ്പോൾ ഈ രംഗത്തേക്ക് വരികയും എനിക്ക് അനുഭവപ്പെട്ട രീതി ഇത്തരം കാലഘട്ടത്തിലെ ഈ നവോദയ വിദ്യാലയങ്ങൾ പോലുള്ള വിദ്യാർത്ഥികൾ നമ്മൾ അവിടെ പോയി 10-25 പേരെ അഭ്യസിപ്പിച്ച് കലാരൂപം സ്ത്രീകൾ കുട്ടികളെ അവതരിപ്പിച്ച് ഒട്ടനവധി വേദികളിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച് ഒപ്പം തന്നെ ഈ കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ഇപ്പം തന്നെ നമ്മൾ ഈ CD ഇട്ട് അവരെ കാണിച്ച് ഈ കലാരൂപത്തെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി ഒക്കെ ചെയ്ത് ഇതിനെ ഒരു ജനകീയമായി നമ്മുടെ മനസ്സിലുണ്ടാക്കി ജനകീയമായി വന്നു കഴിഞ്ഞു കലാരൂപം. അനുഷ്ഠാന കലകളും കലാകാരന്മാരും സമ്പന്നമാക്കിയിരുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിന്ന് ഈ കലാരൂപം അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം അനുഷ്ഠാന കലകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നടന്ന കലാകാരന്മാരും. ഓണം എന്ന് പറയുമ്പം കേരളീയ കലാരൂപങ്ങൾക്ക് അല്ലെങ്കിൽ തനിതയായ നാടൻ കലകൾ, നാടോടി കലകൾ, അല്ലെങ്കിൽ അനുഷ്ഠാന കലകൾ, ആദിവാസി കലാരൂപങ്ങൾ എന്ന് തുടങ്ങിയ എല്ലാ കലകൾക്കും ഒരു രംഗഭൂമി ഈ ഒരുക്കി കൊടുക്കുന്നതാണ് ഈ ഓണം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഉത്സവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വളരെയേറെ ബഹുമതി അർഹിക്കുന്നതാണ് ഈ കലാകാരന്മാർക്ക്. വേദികൾ കുറവായതാണ് ഇതിൻ്റെ ഒരു ജീവിത ഉപാധിയല്ല ഈ കലാകാരന്മാർക്ക്. ഇതൊരു ജീവിത ഉപാധിയായിട്ട് നമുക്ക് പറയാനും പറ്റില്ല, കാരണം ഇത്ര വലിയ വേദികൾ കിട്ടുന്നില്ല. സർക്കാരിനോട് ഇത് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തുടർന്നും അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ഇത് നശിക്കാതെ ഞങ്ങൾ ഇതുവരെ കാത്തു സൂക്ഷിച്ച് യുവതലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ശേഷിപ്പുകളിൽ ഇന്നും പഴമയുടെ പെരുമയും പേറി അർജുന നൃത്തവും കലാകാരന്മാരും കഴിഞ്ഞുപോയ ഒരു കാലത്തിൻ്റെ കണ്ണാടിയായി നമുക്കൊപ്പം സഞ്ചരിക്കുന്നു. അമ്മ മലയാളത്തിൻ്റെ കാഴ്ചകൾക്ക് പൊൻവസന്തം തീർക്കുന്ന ഈ ഓണക്കാലത്ത് കാലം കരുതിവെച്ച അർജുന നൃത്തത്തെയും നമുക്ക് തിരിച്ചറിയാം. ഓർമ്മകളിൽ നിന്നെടുത്ത ഒരു മയിൽപീലി തുണ്ടുപോലെ.
സാംസ്കാരിക പൈതൃകങ്ങളുടെ പെരുമഴയിൽ കുളിച്ചൊരുങ്ങിയ കേരളത്തിൻ്റെ അനുഷ്ഠാന കലയാണ് പൂതനും തിറയും. ഓരോ നാടിനും മുഖശ്രീയായി കലാരൂപങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രചാരത്തിലുണ്ട്. വള്ളുവനാടൻ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്ന കാഴ്ചയുടെ ഉത്സവമാണ് പൂതനും തിറയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളുടെ അകമ്പടിയോടെ നാട്ടിടവഴികൾക്ക് സൗന്ദര്യം ചാർത്തി ഈ കലാരൂപം വള്ളുവനാടിൻ്റെ മണ്ണിലും മനസ്സിലും കാൽച്ചിലമ്പൊലി മുഴക്കുന്നു. പൂതൻ എന്ന കലാരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അമ്മ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാരൂപമാണ്. അമ്മ ദൈവം എന്ന് പറയുന്നത് ശ്രീ ഭദ്രകാളി. ഈ ഭദ്രകാളിയുടെ ഭൂതഗണങ്ങളുമായിട്ടാണ് ഇത്രയും പൂതനായിട്ട് വരുന്നത്. അതിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോകുമ്പോൾ ദ്വാരിക അസുരൻ എന്ന അസുരനെ ലോകത്തിൽ മുഴുവൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ദ്വാരികനെ വധിക്കുന്നതിന് വേണ്ടി ഭൂതഗണങ്ങളുടെ നേതാവായ ശ്രീ പരമശിവനെ ദൈവങ്ങളെല്ലാവരും കാണാൻ പോവുകയും പരമശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ശ്രീ ഭദ്രകാളി എന്ന ഒരു രൂപത്തിന് ജന്മം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ദ്വാരികൻ എന്ന അസുരൻ ഒരു സ്ത്രീയുടെ കൈയാൽ മാത്രമേ മരണം വരിക്കാൻ പാടുള്ളൂ എന്നും എൻ്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് ദ്വാരികന്മാർ ഉണ്ടാവണം എന്നുമുള്ള ഒരു വരം വാങ്ങിയിരുന്നത്. അതിനാൽ ദ്വാരികനെ വധിക്കുന്നതിന് വേണ്ടി ശ്രീ ഭദ്രകാളിക്ക് ജന്മം കൊടുത്തപ്പോൾ അശ്വമേധാളി എന്ന് പറയുന്ന ഒരു വേതാളത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ടാണ് ഭദ്രകാളി ദ്വാരികനെ വധിക്കാൻ വേണ്ടി പോയത്. ആ വേതാളി എന്ന് പറയുന്ന ആ അശ്വമേധാളിയാണ് ഇന്ന് നമ്മുടെ തിറയിൽ മുകളിൽ ആദിവട്ടം എന്ന് കാണുന്ന ഒരു കരയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ആദ്യം ഭൂതഗണങ്ങളെ അയക്കുന്നു. ഭൂതഗണങ്ങൾ പോയിട്ട് ദ്വാരികൻ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് വരാൻ വേണ്ടി പോയി. ദ്വാരികനെ കണ്ടുപിടിച്ച് വന്ന് ഭദ്രകാളിയോട് പറയുകയും ഇന്ന സ്ഥലത്ത് ദ്വാരികനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദ്വാരികനെ വധിക്കുന്നതിന് വേണ്ടി ഭദ്രകാളിയും ഭൂതഗണങ്ങളും കൂടി പോകുന്ന ആ കാര്യത്തെയാണ് നമ്മൾ ഇന്ന് തിറയും പൂതനായിട്ട് സങ്കല്പിക്കുന്നത്. അതിൽ ഭദ്രകാളി എന്ന് പറയുന്ന കലാരൂപം ഈ തിറ ആയിട്ടും പൂതം എന്ന വാക്ക് ലോപിച്ച് പൂതൻ എന്നായതാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഭാരതപ്പുഴയുടെ ഇരുകരകളിലെ ദേവീക്ഷേത്രങ്ങളിലും കാവുകളിലുമുള്ള ഉത്സവങ്ങളോടനുബന്ധിച്ച് കെട്ടിയാടുന്ന പ്രാചീന നാടൻ കലാരൂപമാണ് പൂതനും തിറയും. ദേവീക്ഷേത്രങ്ങളിലെ വേല, പൂരം ഉത്സവങ്ങളോടനുബന്ധിച്ച് നിശ്ചിത ദിവസങ്ങൾക്ക് മുമ്പ് വേഷമണിഞ്ഞ് തുടിമേളത്തിന്റെ അകമ്പടിയോടെ അതാത് ദേശങ്ങളിലെ വീടുകൾ സന്ദർശിച്ച് നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. ഭൂതത്തിന് കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണാഭമായ വസ്ത്രങ്ങളും തലയിൽ ഭയം തോന്നുന്ന മുഖംമുടിയോടുകൂടിയ കിരീടവും ഉണ്ടാവും. തിറയ്ക്ക് തലയിൽ ചുമക്കുന്ന വലിപ്പമുള്ള കിരീടവും മുഖത്ത് അരിപ്പൊടി, മഷി, ചാന്ത് എന്നിവ കൊണ്ട് ചായം തേച്ചിരിക്കും. കാൽച്ചിലമ്പുകളും മരമണികളും പൂതനും തിറയ്ക്കും താളക്കൊഴുപ്പ് നൽകുന്നു. ഇവരുടെ കാലൊച്ചകളിൽ നിന്നുണ്ടാകുന്ന മധുരമായ മണിക്കിലുക്കങ്ങളും ചിലമ്പൊലിയും കുംഭം, മീനം മാസങ്ങളിൽ വള്ളുവനാടൻ ഗ്രാമങ്ങളെ സംഗീത സാന്ദ്രമാക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ തിറയും പൂതനും ഒരു വീട് ഗൃഹസന്ദർശനം നടത്തുമ്പോൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ദ്വാരികനോ ദ്വാരികനുമായുള്ള മറ്റ് വ്യാധികളോ ബാധകളോ നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ തിറ പൂതൻ കയറി ചെല്ലുന്നത്. ഓരോ വീടുകളും ദർശനം നടത്തുന്നത്. ആ ദർശനം നടക്കാൻ ചെല്ലുമ്പോൾ
ഇടങ്ങഴി അരി, നാഴി നെല്ല്, നിലവിളക്കും വെച്ചും കൊണ്ടാണ് ഇവരെ സ്വീകരിക്കുന്നത്. അങ്ങനെ കൊട്ടിപ്പാടി കളിച്ച് ഇതിൽ നിന്നും അരി പൂവെന്ന് തുടങ്ങുന്ന അക്ഷതം വാരി എറിഞ്ഞ് കുടുംബത്തിലോ മറ്റാർക്കും മറ്റു ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള അഗ്നിസാക്ഷിയായി അവരെ അറിയിച്ചുകൊണ്ടാണ് കൊട്ടി കളിച്ചുകൊണ്ട് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്. അതുമൂലം ഈ ദൈവവിശ്വാസം ഉള്ളവർക്ക്, ഇല്ലാത്തവർക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല, ഉള്ളവർക്ക് ആ ഒരു വിശ്വാസം ഇന്നും നിലനിന്ന് പോയിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ വീടുകളിലും കയറി ചെന്ന് ഇത്തരം അക്ഷതം വാരി തന്നെ അവരെ അനുഗ്രഹിച്ചു കൊണ്ടുപോരുന്നത്. വീടുകളുടെ പൂമുറ്റങ്ങളിൽ അനുഗ്രഹവുമായി എത്തുന്ന ഇവരുടെ നൃത്തം കണ്ണിന് കർപ്പൂരമാകുന്നു. ഈശ്വര ആരാധനയോടൊപ്പം ഗ്രാമീണ ജനതയുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും ഇത്തരം അനുഷ്ഠാന കലാരൂപങ്ങൾ വഹിച്ച പങ്ക് കേരളത്തിന്റെ കലാസാംസ്കാരിക ഭൂപടത്തിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. ഇന്ന് ഈ നാടൻ കലകൾ കൊണ്ടുനടക്കുന്ന എല്ലാ കലാകാരന്മാരും ദരിദ്രരാണ്. ഈ ദരിദ്രരാണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കലാരൂപം ഇന്ന് അവതരിപ്പിച്ച് പോയി ഇതോടുകൂടി ആരായാലും അതിലായിട്ടുള്ള ബന്ധം കഴിച്ചു, പിന്നെ അവരുടെ യാതൊരു കണക്ഷൻ ആയിട്ടില്ല. അപ്പോൾ കലാകാരന്മാരെ ഇന്ന് മറ്റ് സമൂഹം ആദരിക്കാൻ പൂർണ്ണമായിട്ടും തയ്യാറില്ല. ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ മാത്രമല്ല ഓരോ നാടൻ കലാകാരൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. കാരണം ഇത് ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കലാരൂപമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലും മറ്റ് കാവുകളിലും അവതരിപ്പിക്കേണ്ട കലാരൂപം പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ പ്രധാനമായ കാരണം ഈ ഒരു വരുമാനമെന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. പൂരനാളുകളിൽ പൂതനും തിറയും വള്ളുവനാടിന്റെ ഹൃദയത്തുടിപ്പുകൾക്കൊപ്പം തുടിതാളമിട്ട് നാട്ടിട വഴികൾക്ക് കാഴ്ചയുടെ പൂക്കാലം തീർക്കുന്നു. വെയിൽനാളങ്ങൾ തൊട്ടുരുമുന്ന പാടവരമ്പുകളിലൂടെ, കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിലൂടെ, ഉച്ചവെയിൽ ഊഞ്ഞാലിലാടുന്ന പറമ്പുകളിലൂടെ, പോക്കുവെയിൽ പൊന്നൊരുക്കുന്ന നാട്ടുവഴികളിലൂടെ, കാലത്തിന്റെ കലണ്ടർ കള്ളികളും കടന്ന് പൂതനും തിറയും യാത്ര തുടരുന്നു. കഴിഞ്ഞുപോയ ഒരു നല്ല കാലത്തിന്റെ അരമണിക്കിലുക്കമോടെ, കാൽച്ചിലമ്പലിയോടെ, വള്ളുവനാടിന്റെ സ്വന്തം കലാരൂപമായി പൂതനും തിറയും. Yeah.